ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചീര കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഒരേ ഒരു തണ്ട് ചീര കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒറ്റ തണ്ട് ചീരയേ ഉള്ളൂ കേട്ടോ. ഒരു മൂട് ചീര ഇങ്ങനെ മുറ്റത്ത് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊരു കറി ഉണ്ടാക്കാം. അങ്ങനെ അത് പിച്ചിക്കൊണ്ട് വന്ന് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത്രയേ ഉള്ളൂ, ഇതൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചീര വളരെ കുറച്ച് ചീരയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ച് പക്ഷേ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 6 പച്ചമുളക്, ഒരു 6-7 അല്ലി ചെറിയ ഉള്ളി, ഇത്രയാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ മോരിനൊക്കെ അരയ്ക്കുന്നത് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ അതിനകത്ത് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ട തൈരാണ്. അതൊന്ന് ഉടച്ചെടുക്കണം. ഈ കറി ഇനി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കണം. മുളകൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീര നന്നായിട്ട് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ചീര ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് സമയം അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അത്രയും സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചീരയുടെ തണ്ടൊക്കെ ഒന്ന് വെന്ത് വരണം. ആദ്യമേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ചീരയുടെ തണ്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ചീരയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. ആ തണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നേർക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തൈര് ചേർക്കാനുണ്ട്. എങ്കിലും ഒരു കറിയാണല്ലോ ഇത്, പച്ചടിയൊന്നുമല്ല, കറിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ചോറിലൊഴിച്ച് കൂട്ടാൻ പറ്റുന്ന തരത്തിൽ ഇതൊന്ന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അപ്പം അരപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് തിളച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തിളച്ച ചീരയും അരപ്പും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരണതാ. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു പിങ്ക് കളറായിട്ട്, ലൈറ്റ് പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ തൈരുണ്ടല്ലോ, തൈര് ഞാനൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. ചെറിയൊരു തിളയൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറിയാണിത്. അപ്പം ഒരു തണ്ട് ചീര മാത്രം മതി. ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി കറി തയ്യാറാക്കാം. അപ്പം ഇനി വീട്ടുമുറ്റത്ത് ചീര ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കറി തയ്യാറാക്കാൻ ആരും മടിക്കണ്ട. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.